വയനാട് തലപ്പുഴയിൽ പോലീസ് സമ്മർദ്ദനമെന്ന പരാതി ഉയർന്നു. കോവിഡ് കാലത്ത് മാസ്ക് കൃത്യമായി ധരിക്കാത്തതിന് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരായ ഇക്ബാലുദ്ദീൻ, ഷമീർ എന്നിവർ ആരോപിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്ക് കുറച്ച് ഇത്ര അല്പം താണിട്ടായിരുന്നു ഉള്ളത്. ആ സമയത്ത് പിന്നെ തലപ്പുഴ CI ജിജേഷ് എന്ന് പറയുന്ന SI എൻ്റെ വയറിന് അങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നു. അറിയാതെ വന്നിട്ട് ഒരൊറ്റ ഇടിയാന്നു അടിവയറിന്. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം എൻ്റെ പൊട്ടിപ്പോയിട്ട് ഇപ്പോഴും എനിക്കത് പ്രശ്നം. ക്രൂരമായി മർദ്ദിച്ച് പിന്നെ ഇടിച്ച സമയത്ത് ഞാൻ അവിടുന്ന് അസാധ്യ പിന്നെ സൗണ്ട് ഉണ്ടാക്കി ഇതിൽ അപ്പോഴത്തേക്കും എൻ്റെ വായിക്കൂടെ ചോര വന്നു, മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു, നിലത്ത് വീണ്. ആ സമയത്ത് എൻ്റെ പുറത്ത് ഇങ്ങനെയും ഇത് വെച്ചിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ട്. ഇങ്ങനെ ജിമ്മി എന്ന് പറയുന്നതിന് വീണ്ടും വന്നിട്ട് ആ മേശയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരൊറ്റ ഒന്നും തന്നു. ഛർദ്ദിക്കാനോ ഇരുന്ന് തലയാണെങ്കിൽ വേദനിക്കുന്നു. ഈ സമയത്ത് എനിക്ക് തലവേദനയ്ക്ക് എനിക്ക് ഗുളിക വേണം, ഒന്നും തന്നില്ല ഇവർ. വയനാട്ടിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കുന്നംകുളം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 2020 നടന്നിരിക്കുന്ന ഒരു പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന്റെ കഥ കൂടി ചർച്ചയാവുകയാണ്. 2020 കോവിഡ് കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. തലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇക്ബാലുദ്ദീനും ഷമീറും എന്ന് പറയുന്ന രണ്ടുപേർ പുറത്ത് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഈ ഇക്ബാലുദ്ദീന്റെ മാസ്ക് മൂക്കിന് താഴേക്ക് മാറുകയും ചെയ്തു. ആ സമയത്താണ് SHO ആയിരിക്കുന്ന PK ജിജീഷ് അതുവഴി വരികയും PK ജിജീഷ് ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിക്കാർ പറയുന്നത്. ആ സമയത്ത് തങ്ങൾ ഫൈൻ അടക്കം അതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അതുപോലും കേൾക്കാതെ പോലീസ് എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ആദ്യം ഒരു SI വന്ന് വയറിനിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നാലെ ജിജീഷ് SHO ആയിരിക്കുന്ന ജിജീഷും ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണിന് താഴ്ഭാഗത്ത് മുഖത്തുള്ള എല്ലിന് സാരമായി പരുക്കേൽക്കുകയും അതിന് രക്തം വരികയും മൂക്കിൽ നിന്നും വായിൽ നിന്നും അടക്കം രക്തം വരികയും ചെയ്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പിന്നാലെ പോലീസിന് കിട്ടുന്ന തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നും ഇവർ പരാതിയിൽ പറയുന്നു. പിന്നാലെ അന്ന് ഓൺലൈൻ മുഖേനയാണ് കോടതിയിൽ ഹാജരാക്കാൻ. സമീർ ബിൻ കരീമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.